പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും STR മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒന്നിച്ചു നിൽക്കാറില്ല. ശരീരം ഇവിടെ ഇരിക്കുന്നു, പക്ഷേ മനസ്സ് മറ്റെവിടെയോ സഞ്ചരിക്കുന്നു. ചിലപ്പോൾ കാരണമില്ലാത്ത ഒരു അസ്വസ്ഥത അകത്ത് ഉയരാൻ തുടങ്ങും. ഒരു റെസ്റ്റ്ലെസ്നെസ്, ഒരു ചെറിയ ഇറിറ്റേഷൻ, ഒരു കൺഫ്യൂഷൻ. ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ക്ഷീണം പോലെ തോന്നുന്ന അവസ്ഥ. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഈ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ്? ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഇവിടെ ചിതറിക്കിടക്കുന്ന ഈ കല്ലുകളിൽ നിന്ന് 3 കല്ലുകൾ തിരഞ്ഞെടുക്കുകയാണ്. ഒന്നാമത്തെ ഈ വലിയ കല്ല്, രണ്ടാമത്തെ അതിനേക്കാൾ ചെറിയ കല്ല്, മൂന്നാമത്തെ ഏറ്റവും ചെറുത്. ഈ ഒന്നാമത്തെ കല്ലിനെ ഇവിടെ നമുക്ക് വെക്കാം. അത് പ്രശ്നമില്ലാതെ പ്രതലത്തോട് ഇഴുകി ശാന്തമായി നിൽക്കുന്നു. ഈ രണ്ടാമത്തെ കല്ലിനെ എങ്ങനെയെല്ലാം ഒന്നാമത്തെ കല്ലിൻ്റെ മുകളിൽ നിർത്താൻ കഴിയുമെന്ന് നോക്കാം. ഈ കല്ല് ശരിയായ സ്ഥാനത്ത് നിൽക്കാൻ അതിനെ എങ്ങനെയെങ്കിലും വെച്ചാൽ നിൽക്കില്ല. അതിൻ്റെ സമതുലിത ബിന്ദു കണ്ടെത്തണം. അത് കണ്ടെത്തിയില്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും അത് വീഴും. അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി, ഈ കല്ലിന് എത്ര സമതുലിത ബിന്ദുക്കൾ ഉണ്ടാകും? ഒന്നാണോ അതിലധികമോ? ആദ്യം ഈ കല്ല് എത്ര സ്ഥാനങ്ങളിൽ നിർത്താൻ സാധിക്കുമെന്ന് നോക്കാം. ഞാൻ ഈ കല്ലിനെ ഒന്നാമത്തെ കല്ലിൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. ഈ ഒരു സ്ഥാനത്ത് സമതുലിത ബിന്ദു ഉള്ളതിനാൽ അത് ശാന്തമായി നിൽക്കുന്നു. ഈ കല്ലിനെ ഇങ്ങനെയും കൂടി നിർത്താം. ഞാൻ ഇതിനെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വിധത്തിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. നിൽക്കുന്നില്ല. ഞാൻ ഇതിനെ ഈ ഒരു സ്ഥലത്ത് നിർത്തി. ഇത് മറ്റൊരു മൂന്നാമത്തെ സമതുലിത ബിന്ദുവാണ് ഈ കല്ലിൻ്റെ. ഇവിടെ ഈ രണ്ടാമത്തെ കല്ലിൽ നമുക്ക് 3 സമതുലിത ബിന്ദുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഈ രണ്ടാമത്തെ കല്ലിന് 3 സമതുലിത ബിന്ദുക്കൾ ഉണ്ടാകാൻ കാരണം ഒന്നാമത്തെ കല്ല് അതിന് അടിസ്ഥാനം നൽകി സഹായിച്ചതാണ് എന്നത് മറക്കരുത്. അപ്പോൾ സമതുലിത ബിന്ദു ഒരിക്കൽ ഒരു വശത്ത്, മറ്റൊരു സമയം മറ്റൊരു വശത്ത്. അതുകൊണ്ട് നമുക്ക് തോന്നും ഈ കല്ലിന് പല സമതുലിത ബിന്ദുക്കൾ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഒരാഴമുള്ള സത്യം, ഒരു സമയത്ത് ഈ കല്ല് ഒരു നിലയിൽ മാത്രം നിൽക്കും. അത് ഒരേ സമയം പല സ്ഥാനങ്ങളിൽ നിൽക്കാൻ അതിന് കഴിയില്ല. ഇനി ഞാൻ മൂന്നാമത്തെ കല്ല് രണ്ടാമത്തെ കല്ലിൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. അല്പം ക്ഷമ വേണം. ഇതിൻ്റെ മൂന്നാമത്തെ കല്ലിൻ്റെ സമതുലിത ബിന്ദു നമ്മൾക്ക് കണ്ടെത്താം. ഇതിൻ്റെ സമതുലിത ബിന്ദു
ഇതായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ കല്ല് മൂന്നാമത്തെ കല്ലിനെ സഹായിക്കണം. അങ്ങനെ സഹായിക്കുമ്പോൾ ഏകദേശം ഇവിടെയാണ് ഈ മൂന്നാമത്തെ കല്ലിൻ്റെ സമതുലിത ബിന്ദു രണ്ടാമത്തെ കല്ലിൻ്റെ മുകളിലുള്ള സമതുലിത ബിന്ദു തമ്മിൽ ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ മൂന്നാമത്തെ കല്ല് ഇപ്പോൾ രണ്ടാമത്തെ കല്ല് ഒന്നാമത്തെ കല്ലിൽ എല്ലാം ശാന്തമായി നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്ന് ധ്യാനത്തിൻ്റെ വലിയ ഒരു തിരിച്ചറിവ് ജനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല സാധ്യതകളുണ്ട്, പല വേഷങ്ങൾ. ഒരിടത്ത് നമ്മൾ മകൻ, മറ്റൊരിടത്ത് അച്ഛൻ, ഒരിടത്ത് സുഹൃത്ത്, മറ്റൊരിടത്ത് നേതാവ്. പല ബന്ധങ്ങൾ, ചിലത് നമ്മെ ഉയർത്തുന്നവ, ചിലത് നമ്മെ പിടിച്ചിരുത്തുന്നവ, ചിലത് സന്തോഷം നൽകുന്നവ, ചിലത് ഉള്ളിൽ ഭാരമാകുന്നവ. അതുപോലെ തന്നെ പല വഴികൾ. ഒരു വഴി സുരക്ഷിതം പോലെ തോന്നും, മറ്റൊന്ന് ആകർഷകമാകും. ചില വഴികൾ വേഗത്തിൽ ഫലം വാഗ്ദാനം ചെയ്യും, ചിലത് പതുക്കെ വളർച്ച നൽകും. നമുക്ക് തോന്നും എവിടെയും നമുക്ക് നിൽക്കാം. പക്ഷെ സത്യത്തിൽ എവിടെയും നമുക്ക് ശാന്തമായി ഇതുപോലെ നിൽക്കാനാകില്ല. നമ്മുടെ ഉള്ളിൽ ഒരു സത്യസ്ഥാനമുണ്ട്, ഒരു ഇന്നർ സ്പേസ്, ഒരു നില, ഒരു വേ ഓഫ് ബീയിങ്. അവിടെയാണ് നമ്മൾ വീട് പോലെ അനുഭവിക്കുന്നത്. ശാന്തത, സൗകര്യം, സ്വാഭാവികത. ഈ കല്ലുകൾ നമ്മെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഒരു ചെറിയ സെൽഫ് ചെക്ക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്ഥലം തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണോ? ഇവിടെ ഞാൻ ശാന്തനാണോ, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടോ? ഞാൻ എഫേർട്ട് എടുത്ത് നിൽക്കുകയാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായി നിൽക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉടൻ മറുപടി വേണ്ട. പക്ഷേ സത്യസന്ധമായി ചോദിച്ചാൽ ഉള്ളിൽ നിന്ന് ഒരു മറുപടി വരും. അവിടെയാണ് നമ്മുടെ സമതുലിത ബിന്ദുവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വഭാവത്തോട് ചേർന്നിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ നമ്മെ നിർത്താൻ ശ്രമിക്കുന്നു. ഒരു ജോലി, ഒരു ബന്ധം, ഒരു ജീവിത രീതി. പക്ഷേ അത് നമ്മുടെ സമതുലിത ബിന്ദുവുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ അകത്ത് ഒരു അസ്വസ്ഥത സൃഷ്ടിക്കും. ഒരു കല്ല് തെറ്റായ സ്ഥാനത്ത് വെച്ചാൽ അത് വീഴും. അതുപോലെ നമ്മളും. പക്ഷേ ശരിയായ സ്ഥാനം കണ്ടെത്തിയാൽ അത് പുറത്ത് കാണാൻ കഴിയുന്ന വലിയ മാറ്റമായിരിക്കണമെന്നില്ല. എന്നാൽ അകത്ത് വളരെ ആഴമുള്ള മാറ്റം സംഭവിക്കുന്നു. മുമ്പുണ്ടായിരുന്ന അവ്യക്തതയും അലച്ചിലും പതുക്കെ ശാന്തമാകാൻ തുടങ്ങും. ചിതറിപ്പോയതുപോലെ തോന്നിയ ചിന്തകളും വികാരങ്ങളും ഒത്തുചേരാൻ തുടങ്ങും. ഒരു സ്വാഭാവികത, ഒരു സ്ഥിരത. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന അനുഭവം അകത്ത് പതുക്കെ ഉയരും. അത് പുറത്ത് വലിയ മാറ്റമല്ല, പക്ഷെ അകത്ത് ഒരു നിശബ്ദമായ സ്ഥിരതയുടെ ജനനം, ഒരു അലൈൻമെന്റ്. ഇതാണ് ധ്യാനത്തിൻ്റെ ഹൃദയം. ധ്യാനം പല സ്ഥാനങ്ങളിൽ നമ്മെ പരീക്ഷിക്കുന്നതല്ല. നിന്നു നിൽക്കാൻ കഴിയുന്ന
ഒരു സത്യസ്ഥാനം കണ്ടെത്താനുള്ള യാത്രയാണ്. അതുകൊണ്ട് ജീവിതം നമ്മോട് പറയുന്നത് പല സ്ഥാനങ്ങളിൽ ഫോഴ്സ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കരുത്. നിന്ന് നിൽക്കാൻ കഴിയുന്ന സ്ഥലം കണ്ടെത്തുക. സ്നേഹമുള്ളവരെ, ഒരു കല്ലിന് പല രീതിയിൽ നിൽക്കാൻ കഴിയും. പക്ഷെ ഒരു സമയത്ത് അത് ഒരു നിലയിൽ മാത്രം പൂർണ്ണമായ ബാലൻസ് ആകും. അതുപോലെ നമ്മുടെ ജീവിതവും പല വഴികൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു സത്യസ്ഥാനമുണ്ട്. അത് കണ്ടെത്തിയാൽ നമ്മൾ വീഴില്ല. അത് കണ്ടെത്തിയാൽ നമ്മൾ കുലുങ്ങില്ല. അത് കണ്ടെത്തിയാൽ നമ്മൾ വീട്ടിലെത്തും. ആയതിനാൽ ദ കോർ ഇൻസൈഡ് പല സാധ്യതകളുണ്ടാകും. പക്ഷേ നിന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സത്യസ്ഥാനം മാത്രമേ ഉള്ളൂ. നന്ദി.